പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ അഞ്ജുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അഞ്ജുവിനെ ഇന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് അവിവാഹിതയായ യുവതി പ്രസവിച്ച കുഞ്ഞിന്റെ ജഡം സമീപത്തെ പറമ്പിൽ നിന്നും കണ്ടെത്തിയത്. അഭിലാഷ്, തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഈ സംഭവം ഇത്തരത്തിൽ ഒരു 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ വെച്ച് പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു എന്നുള്ള വാർത്ത തൊട്ടു പിന്നാലെ ഉണ്ടാകുന്ന അറസ്റ്റ്, തെളിവെടുപ്പ് നാട്ടുകാർ തന്നെ ആകെ ഞെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു? ഇത്തരത്തിൽ ഒരാൾക്ക് ഇങ്ങനെ വീട്ടിൽ അനായാസം പ്രസവിക്കാൻ കഴിയുമോ? നമ്മൾക്ക് എത്ര വട്ടം ആശുപത്രിയിലൊക്കെ കയറി ഇറങ്ങുന്നതാണ്. ഒരിക്കലും സംഭവിക്കത്തില്ല. വീട്ടുകാരെ സഹായിക്കാതെ ഒരിക്കലും ഇത് നടക്കത്തില്ല. കേട്ടപ്പോ എന്താ തോന്നിയേ? ഞങ്ങൾക്ക് വലിയ പ്രയാസം തോന്നി. ഞെട്ടൽ. ഇതിനു മുമ്പിൽ ഈ വീട് തന്നെ എൻ്റേത്. ഞങ്ങൾക്ക് എന്നും മിക്കവാറും ദിവസങ്ങളിൽ കാണുന്ന കുട്ടിയാണ്. പക്ഷെ ഞങ്ങൾക്കൊരു സംശയം ഇന്ന് വരെ തോന്നിയിട്ടില്ല ഈ കൊച്ചിങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ക്യാരക്ടർ ഉള്ളതാണെന്ന്. കോളേജിൽ പോകുന്നു, വരുന്നു. ഇവിടെ പിന്നെ ഒരൊറ്റ ബൈക്കിലോ. നമസ്കാരം. പത്തനംതിട്ട മെഴുവേലിയിൽ നടന്ന ഒരു സംഭവമാണ്. നവജാത ശിശുവിനെ ആ കുട്ടിയുടെ അമ്മ കൊലപ്പെടുത്തിയ അതിദാരുണ്യമായ ഒരു സംഭവം. ഈ സംഭവത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടി 20-21 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവള് ഗർഭിണിയായിട്ട് 10 മാസം ആയിട്ടും പ്രസവിച്ചിട്ടും ആ പെൺകുട്ടിയുടെ അമ്മയോ വല്യമ്മയോ അച്ഛനോ ആരും അറിഞ്ഞില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി പ്രസവിച്ചപ്പോൾ പോലും മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല, വീട്ടുകാരും തന്നെ അറിഞ്ഞില്ല. എന്നിട്ട് ഈ പെൺകുട്ടി ബാത്റൂമിൽ പോയി കുട്ടീനെ പ്രസവിക്കുകയും പൊക്കിൾക്കൊടി മുറിച്ച് മാറ്റുകയും എന്നിട്ട് ആ കുട്ടീനെ ഒരു ചേമ്പിലയിൽ പൊതിഞ്ഞ് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെ ആ എറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ആ കുട്ടിയുടെ തലയ്ക്ക് പറ്റിയ ക്ഷതമാണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് കാരണമായേക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അറിയാൻ സാധിച്ചേക്കുന്നത്. ഈ 10 മാസം വരെയും യാതൊരു ഈ പെൺകുട്ടിയുടെ ശാരീരികമായിട്ടും അതുപോലെ തന്നെയുള്ള ഓരോ മാറ്റങ്ങൾ, പ്രഗ്നൻ്റ് സമയമാകുമ്പോൾ ആ ഒരു സ്റ്റേജിൽ ഓരോ ഗർഭിണികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ ഒരമ്മയും വല്യമ്മയും ആ വീട്ടിലുണ്ടായിട്ട് പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് അത്ര വിശ്വാസം വരുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ആദ്യത്തെ 3 മാസമൊക്കെ ചിലർക്ക് ശരിക്കും വൊമിറ്റിങ്ങും അതുപോലെ തന്നെ പല സാധനത്തിൻ്റെ മണം അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഛർദിൽ, ചിലർക്ക് ഛർദിലില്ല എന്നാലും എന്തൊക്കെയൊക്കെ മാറ്റങ്ങൾ അവർക്കും വരുന്നതൊന്നും ഇതറിയാതെ, പിന്നെ അതുപോലെ തന്നെ വയറിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസവും അതൊന്നും ഇത്രയും നാളായിട്ട് അറിയുക പോലും ചെയ്തില്ല എന്ന് പറയുന്നത് പിന്നെ തികച്ചും ഇത് നുണയാണെന്ന് തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. കാരണം അങ്ങനെയാണ് ഒരാൾ പിന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ്, അതും പ്രസവമൊക്കെ കൂളായിട്ട് കൈകാര്യം ചെയ്ത് പോയി എന്ന് ഈ 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അങ്ങനെ ആരുടെയും ആശ്രയമില്ലാതെ പ്രസവിക്കുകയും പിന്നീടുള്ള കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അത് നമുക്കൊട്ടും സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യം തന്നെയല്ല. പിന്നീട് ഈ പെൺകുട്ടിയുടെ ബ്ലീഡിങ് നിൽക്കാതെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ഡോക്ടർക്ക് സംശയം തോന്നുകയും ഡോക്ടറുടെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് അവസാനം യഥാർത്ഥ കാര്യം പറയുകയും കുട്ടീനെ അടുത്തൊരു പറമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് വന്നേക്കുന്നതെന്ന് കള്ളം പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി ആരാണെന്നുള്ള കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു സംശയമുണ്ട്. ഈ പെൺകുട്ടി 8ാം ക്ലാസ് മുതൽ ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലായിരുന്നു. ആ കാമുകനാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് ഉള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ഇതുവരെയായിട്ടും വീഡിയോയിൽ വന്നിട്ടില്ല. ഈ പെൺകുട്ടിയുടെ മാത്രമാണ് ഈ വീഡിയോ പുറത്തിറങ്ങിയേക്കുന്നത്. പക്ഷേ ഇതിൽ തെറ്റ് ഈ പെൺകുട്ടി മാത്രമല്ല, 2 പേരും കൂടെ ചെയ്ത തെറ്റാണ്. ഒരാളെ മാത്രം ഇങ്ങനെ മാനം കെടുത്തേണ്ട കാര്യമില്ല. ഒപ്പം ഉണ്ടായിരുന്ന ആ പുരുഷനെയും കൂടെ വെളിച്ചത്ത് അവൻ്റെ ഒരു ഫേസും കൂടെ കാണിക്കേണ്ട ഒരു കാര്യം ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ഈ ഡെലിവറിക്ക് ശേഷം വിശ്രമിക്കേണ്ട ആ ഒരു സമയത്താണ് ഇങ്ങനെ ഉന്തി തള്ളി
പോലീസുകാർ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകുന്നത് കാണുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ കാണിച്ചിരിക്കുന്ന പ്രവൃത്തിയുടെ ആ ക്രൂരത ഓർക്കുമ്പോൾ അത്രയും തോന്നുകയില്ല. കാരണം ഒരു പിഞ്ചു കുഞ്ഞിന് എത്രയോ പേരാണ് മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്നെടുത്ത് ഒരു ചേച്ചിയെ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് ഒരു ചാനലുകാർ വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ആ ഒരു ചേച്ചി വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് എനിക്കൊരു ഒരു കുഞ്ഞുണ്ടായത്. ഇപ്പം വീണ്ടും 2 കുട്ടികൾ കൂടെ വേറെ ഉണ്ട്. എന്നാലും അത്രയും അവർ ആഗ്രഹിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയാണ് ഒരു കുഞ്ഞ് ഉണ്ടായത് അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് അതിൻ്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അറിയാം. മക്കളില്ലാതിരുന്ന ആ സമയത്തുണ്ടായിരുന്ന അനുഭവിച്ച വിഷമങ്ങൾ. അങ്ങനെ മക്കളില്ലാതിരിക്കുന്ന ആളുകൾക്ക് ഈ കുഞ്ഞിനെ കൊടുക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു. ഇങ്ങനെ ഒരു കൊടും ക്രൂരത ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ വിഷമം വരുന്നു എന്ന് പറഞ്ഞ് ആ അയൽവാസിയായിട്ടുള്ള ആ സ്ത്രീയെ നെഞ്ചു പൊട്ടി കരയുന്ന ഒരു സീൻ ഞാൻ ഈ ഒരു സംഭവം വീഡിയോ കണ്ടപ്പോൾ കണ്ടു. കാരണം അത് കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ വിഷമം തോന്നുകയാണ്. അങ്ങനെയുള്ള ഒരു ഇതാണ് ഇവർ കൂളായിട്ട് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഇതുപോലുള്ള കുഴപ്പങ്ങൾ വരുമെന്ന് എന്തുകൊണ്ട് അറിഞ്ഞില്ല? 20 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള അറിയാനുള്ള കാര്യങ്ങൾ, ഇപ്പം ചെറിയ പിള്ളേർക്ക് വരെ എല്ലാ സെക്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് അറിയാം. ഈ ഫോൺ വഴി എല്ലാ കാര്യങ്ങളും കുട്ടികൾ ഇതെല്ലാം കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ 20 വയസ്സുള്ള ബിരുദധാരിയായ ഈ പെൺകുട്ടിയെ ഒന്നും അറിയത്തില്ല, ഇതുവരെയായിട്ടും അറിയത്തില്ല എന്ന് പറയുന്നത് തികച്ചും അത് നുണയാണത്. അല്ലാതെ നമുക്ക് ഒരിക്കലും അത് ഇവർക്ക് ഇതുവരെയായിട്ടും അറിയത്തില്ലായിരുന്നു, പ്രഗ്നൻ്റ് ആണെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു പീരീഡിൻ്റെ ഡേറ്റ് തെറ്റുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ വേണ്ടില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഒരു കുട്ടി ഈ വയറിൽ കിടന്ന ഒരു 3-4 മാസം ആകുമ്പോൾ കുട്ടികളുടെ ചലനം അതൊക്കെ എല്ലാം മനസ്സിലാക്കാൻ അറിയത്തില്ലാത്ത ഒരു പൊട്ടിയായിട്ട് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഡിഗ്രി വരെ പഠിത്തമുള്ള വിദ്യാഭ്യാസം കൂടുതൽ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമൊക്കെ കൂടുതലുണ്ട്, പക്ഷേ വിവരമില്ല. ആ വിവരമില്ലാത്തതുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടികളാണ് ഇങ്ങനെയൊക്കെയുള്ളത്. വീട്ടിൽ നിന്ന് കോളേജിൽ പോവുക എന്നും പറഞ്ഞുകൊണ്ട് പോകും. അമ്മമാരെ ചോറും പൊതിയൊക്കെ കെട്ടി വലിയ കാര്യമായിട്ട് വലിയ പ്രതീക്ഷയോടുകൂടി കടം മേടിച്ചാണെങ്കിലും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. പക്ഷേ ഇവർ കാണുന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ ലോകം ചുറ്റി കറങ്ങി ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഒപ്പിച്ച് വരികയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര മിടുക്കാണ്. എന്നാൽ പിന്നെ എന്തെല്ലാം സേഫായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഉണ്ട്, അതെന്നാ യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള ബന്ധത്തിൽ അഥവാ പോയി എന്നുണ്ടെങ്കിൽ അങ്ങനെങ്കിലും ഒരു മാർഗങ്ങൾ നോക്കാമായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞെങ്കിൽ ഒരു ആദ്യം തുടക്കത്തിൽ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മോശം അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിൽക്കുക. ഇത് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ കുഞ്ഞിനെ കൊല്ലുന്നതിലും ഭേദമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇതിന് പോകുന്നതിന് മുമ്പായിട്ടുള്ള അല്ലെങ്കിൽ മുൻപായിട്ട് ഓരോ സേഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇതൊന്നും കൂടാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അതിനെ വലിച്ചെറിഞ്ഞ് കൊന്നു കളഞ്ഞിട്ട് ബ്ലീഡിങ് വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ കുടുംബത്തിന് ഒന്നും അറിയത്തില്ല, അമ്മൂമ്മ വരെ. ഈ അമ്മൂമ്മയൊക്കെ മക്കളെ പ്രസവിച്ച കാരണവന്മാർക്ക് ഓരോ മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ കാര്യങ്ങൾക്ക് അവരൊക്കെ അമ്മമാരെക്കാളും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വീട്ടിൽ അമ്മൂമ്മമാരുണ്ടെങ്കിൽ അവരൊക്കെ ശ്രദ്ധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നല്ലതായിട്ട് അറിയാം. കാരണം അവരൊക്കെ വീടുകളിലാണ് പ്രസവിച്ചിട്ടൊക്കെ ഉള്ളത് പണ്ടുള്ളവർ. അപ്പോൾ അവർക്ക് അവരൊക്കെ അതൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നൈപുണ്യമുള്ള അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ പ്രസവ കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന പണ്ടുള്ള ആളുകളുണ്ട്. അന്നേരം ഇത്രയും പ്രായമുള്ളൊരു അമ്മൂമ്മ വീട്ടിലുണ്ടായിട്ട് പോലും കൊച്ചുമകളുടെ ഒരു മാറ്റവും അറിഞ്ഞില്ല. അതുപോലെ തന്നെ സ്വന്തം പെറ്റമ്മയ്ക്ക് പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർ വീട്ടിൽ ഈ മക്കളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ്. അവർ പറഞ്ഞത് സത്യമാണെങ്കിലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ആ മക്കളെ വീട്ടിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതല്ല കള്ളത്തരമാണെങ്കിൽ ഇത് ഇവരെല്ലാവരും കൂടെ ഒത്തുകൊണ്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ പിന്നിൽ ഇവരും മാതാപിതാക്കളും പ്രതികളായിട്ട് തന്നെയുണ്ട്. ഈ പെൺകുട്ടിയുടെ ഒപ്പം തന്നെ
അവരും പ്രേരിപ്പിച്ച് കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചതാണെങ്കിൽ ഇവരും അതിൻ്റെ ഭാഗമായിട്ട് പ്രതികളായിട്ടുള്ളവരാണ്. തക്കതായ ശിക്ഷ തന്നെ കൊടുക്കുക തന്നെ ചെയ്യണം. ഇങ്ങനെയുള്ളവർക്ക് ഇതിന് ഇനിയും പ്രോത്സാഹിപ്പിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും എല്ലായിടത്തോടും കൂടെ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ട് അവരെ കൊലപ്പെടുത്താൻ ചെയ്യുന്ന ഈ അമ്മമാർക്ക്, അതുപോലെ കൂട്ടു നിൽക്കുന്ന മാതാപിതാക്കൾ, മക്കളെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന മാതാപിതാക്കൾക്കും ഒരു തിരിച്ച് ഒരു അടിയായിട്ട് ഒരു മറുപടി കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.